പക്ഷേ സംക്ഷിപ്തം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും സംക്ഷിപ്തമല്ല. അത് സംക്ഷിപ്തമാണെങ്കിൽ പോലും അതിനൊരു സമഗ്ര സ്വഭാവമുണ്ട്. പലപ്പോഴും ഈ മിനി മാഗസിനുകളൊക്കെ നടത്തുന്ന സുഹൃത്തുക്കൾ അവർ നമ്മളോടുള്ള വലിയ ഇഷ്ടം കൊണ്ട് ചെറിയ കഥകൾ എഴുതണമെന്ന് എന്നോട് പറയാറുണ്ട്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ വരിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു തത്വദർശനം നടത്താം. നമുക്ക് വലിയ നമ്മൾ ഒരു മഹാനായി നിന്നുകൊണ്ട് ലോകത്ത് വേണമെങ്കിൽ ഒന്ന് ഉപദേശിച്ച് കളയാം. പക്ഷേ അതിന് നമ്മളെ ഒരിക്കലും അർഹനല്ല എന്ന് തോന്നുന്നതുകൊണ്ട് ജീവിതത്തെ ഒന്ന് വരച്ചു വെച്ചിട്ട് അതിൻ്റെ നാനാ വിഷയങ്ങളിലേക്ക് കടന്നുപോയി മനുഷ്യനെങ്ങനെയാണ് ചിന്തിക്കുന്നത്, സ്വപ്നം കാണുന്നത്, ദുഃഖിക്കുന്നത്, പ്രത്യേകിച്ച് ഏതെങ്കിലും ഊന്നലൊന്നും കൊടുക്കാതെ അതിൻ്റെ ആ ഒരു വിശാലമായ തലത്തിൽ ആവിഷ്കരിച്ച് അതിൽ നിന്ന് പിന്നെ വായനക്കാർ വായിച്ചെടുക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കഥയും നോവലൊക്കെ. മേനോൻ്റെ ഉൾക്കൊണ്ടിട്ടുണ്ട് ലോകത്തെ മാറ്റി തീർക്കാൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ വിശദീകരിക്കും.